എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുന്നത് സന്തോഷമൊക്കെ തന്നെയാണ്, പക്ഷേ ചിലപ്പോഴൊക്കെ അത് നമുക്കൊരു ബാധ്യതയായിട്ട് മാറാറുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മുടെ വീട് ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ഒരു ടെൻഷനാണ്. വീട് ഒതുക്കി വെക്കണം, വീട് ക്ലീൻ ചെയ്യണം, അതുപോലെ ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് നമുക്ക് ഒഴിവാക്കി വിടാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീടൊക്കെ ഒരുപാട് വൃത്തിയാക്കാൻ പോകാറുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. വീട് കാണാനായിട്ട് അത്യാവശ്യം വൃത്തി ഉണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അവർ നമ്മൾക്ക് മാർക്കിടാനോ അല്ലെങ്കിൽ നമ്മുടെ വൃത്തിയെക്കുറിച്ച് സംസാരിക്കാനോ അല്ല വരുന്നത്, നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാനും നമ്മളേക്കൊന്ന് കാണാനുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ഭാഗവും ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടുക. സാധനങ്ങളൊക്കെ വലിച്ചു വാരി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുക. അല്ലാതെ ഒരുപാട് ഡീപ്പ് ക്ലീൻ ചെയ്യുക, ജനലിൻ്റെ കമ്പിയിലുള്ള പൊടി തുടയ്ക്കുക, അല്ലെങ്കിൽ സൈഡിൽ മുക്കിലും മൂലയിലും എന്തെങ്കിലും പൊടികളുണ്ടെങ്കിൽ അത് തുടയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. വീട് നല്ലപോലെ ഒന്ന് അടിച്ചിട്ടാൽ മാത്രം മതി. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തുടച്ച് ഇടുകയും കൂടി ചെയ്യുക. ഇത്രയും മതി. ഒരുപാട് പാനിക്കായിട്ട് നമ്മളെല്ലാം ക്ലീൻ ചെയ്യണം എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തേത്, കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നിറയെ കളിപ്പാട്ടങ്ങളായിരിക്കും. അവിടെയും ഇവിടെയും എല്ലായിടത്തും കളിപ്പാട്ടങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരാൾ വീട്ടിൽ വരുന്നു പറഞ്ഞാൽ ആദ്യം തന്നെ ഓടിപ്പൊട്ടി കളിപ്പാട്ടങ്ങളെല്ലാം വാരി കൂട്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ നോക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും കുട്ടികൾ അതൊക്കെ എടുത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആകെ ദേഷ്യവും പിന്നെ വഴക്കാവും, നമ്മുടെ മൂഡ് മൊത്തം പോവും. അപ്പോൾ നമ്മൾ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് മാറ്റുക. കുറച്ച് അവിടെ കിടന്നോട്ടെ, അവർക്ക് കളിക്കാൻ വേണ്ടി അത് കൊടുക്കുക. കാരണം ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു സന്തോഷം നമ്മൾ കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കുക, കുറച്ചൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക. വീട് മൊത്തം കളിപ്പാട്ടങ്ങൾ നിരത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. എന്നാലും എല്ലാം ഒന്നും എടുത്ത് മാറ്റേണ്ട ആവശ്യവുമില്ല. അപ്പോൾ അവർക്ക് കളിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാം, ഒരുപാട് സാധനങ്ങളൊന്നും ഇപ്പോൾ തരാൻ പറ്റില്ല കേട്ടോ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് തരാം. അങ്കിളും ആൻറ്റിയും വന്ന് കഴിയുമ്പോൾ ആകെ വൃത്തികേടായി കിടന്ന ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ നമ്മുടെ വീട്. അപ്പം നമ്മുടെ വീട് നല്ല ഭംഗിയായിട്ട് കിടക്കണമെങ്കിൽ കുറച്ച് കളിപ്പാട്ടമൊക്കെ മാറ്റി വെക്കണം. ആ രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് ടെൻഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ വീട്ടിൽ മാഗസിൻസൊക്കെ വരുത്തുന്നവരാണെങ്കിൽ ഓടിപ്പോയി ആ മാഗസിൻസ് എല്ലാം എടുത്ത് കൂട്ടി അലമാരി കൊണ്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് മാഗസിൻ ടീപ്പോയിൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഗസ്റ്റിന് അത് വായിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലും കണ്ടൻറ്റിനെ പറ്റി അവർക്ക് അറിവ് കിട്ടും. അതും അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാ മാഗസിൻസും എല്ലാ പത്രങ്ങളും ഓടിക്കൊണ്ടേ വെക്കണമെന്നില്ല. തലേ ദിവസം പത്രമൊക്കെ എടുത്ത് മാറ്റുക, അന്നത്തെ പത്രമൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. അതുപോലെ മാഗസിൻസും കുറച്ചൊക്കെ നമ്മുടെ ടീപ്പോയിൽ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല. അടുത്തതായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടാത്ത അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടാത്തൊരു കാര്യമാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം പോയിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ മുറിയിൽ എന്തായാലും അവർ കിടക്കാനോ വരാനോ ഒന്നും പോകുന്നില്ല. അത്ര അടുപ്പമുള്ളവരാണെങ്കിൽ മാത്രമേ ബെഡ്റൂമിലൊക്കെ കയറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് അടുപ്പമുള്ളവരാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലത്തെ ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ നമ്മുടെ ബെഡ്റൂം അങ്ങനെ തന്നെ വിട്ടേക്കുക. അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. വേറെ അതിൽ കയറി ഒരുപാട് പണി ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ തീർക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത കാര്യം, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലികളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടാകും, പക്ഷെ അതൊന്നും പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ഗസ്റ്റ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. അയ്യോ, ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ, നമ്മുടെ വീടാകെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ അവരെന്ത് വിചാരിക്കും? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു TV യൂണിറ്റ് പുതുതായിട്ട് ഉണ്ടാക്കുകയാണ്, അത് പകുതിയായിട്ടുള്ളൂ. കുഴപ്പമില്ല, ഗസ്റ്റ് വന്നാൽ പകുതിയായിട്ടുള്ള TV യൂണിറ്റ് കണ്ടോട്ടെ, കുഴപ്പമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ജോലികളെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തതായിട്ട് ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ 1-2 ദിവസം അവർ നമ്മുടെ വീട്ടിൽ താമസിക്കും. അതും പറഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോയിട്ട് ഷോപ്പിങ്ങിനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ കിച്ചണിലേക്കുള്ള കാര്യമല്ല പറയുന്നത്, അല്ലാതെയുള്ള കാര്യങ്ങൾ, പുതിയ ബെഡ്ഷീറ്റ് വാങ്ങുക, പുതിയ കർട്ടൻ വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പൈസ മുടക്കേണ്ട കാര്യമില്ല. ചില ആളുകളെ കണ്ടുകൊണ്ട് ഒരു ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് അത്രയും നാളും ഇല്ലാത്ത രീതിയിൽ വീടൊന്നും മോടി പിടിപ്പിക്കാനൊക്കെ നോക്കുക. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പണം മുടക്കാം. അല്ലാതെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് പണം മുടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല.
ഇനി അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഓ ഇന്നിപ്പോൾ വീട് ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്, വീട്ടിൽ ഒന്നും എടുത്ത് വെക്കാനും ക്ലീൻ ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളൊരു കുറ്റബോധം കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് നമ്മൾ പറയുന്നത്. പക്ഷേ ചിലപ്പോൾ അത് കേൾക്കുന്ന ആൾ അത് അങ്ങനെ എടുക്കണമെന്നില്ല. അവർ വിചാരിക്കും, ഓ ഞാനിന്ന് വന്നതുകൊണ്ടാണല്ലോ ഇവർക്ക് സമയം കിട്ടാതെ പോയത്. അങ്ങനെ ഒരു ചിന്ത അവരിൽ ഉളവാക്കാനായിട്ട് നമ്മുടെ ഈ വർത്തമാനം സഹായിക്കും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് നമ്മളൊരു വീട്ടിലെ ഗസ്റ്റ് വരുമ്പോൾ ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിലാദ്യത്തേതാണ് നമ്മുടെ അടുക്കള. അടുക്കള എപ്പോഴും നല്ലപോലെ ക്ലീൻ ആക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൗണ്ടർ ടോപ്പൊക്കെ അത്യാവശ്യം നല്ലപോലെ ക്ലീൻ ചെയ്ത് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നാലും അത് അവിടെ ഇവിടെയൊക്കെ വെക്കാതെ കറക്റ്റായിട്ട് എല്ലാം പാത്രങ്ങളിലൊക്കെ അടച്ച് സൂക്ഷിച്ച് വെക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അടുക്കള വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബാത്റൂമും നല്ലപോലെ ക്ലീൻ ചെയ്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുക്കളയും ബാത്റൂമുമാണ് മെയിനായിട്ട് ഒരു വീടിൻ്റെ വൃത്തി വേണ്ട സ്ഥലങ്ങൾ. ഈ 2 സ്ഥലങ്ങളും ഏറ്റവും വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി. ബാത്റൂമിൽ ഒരിക്കലും മുഷിഞ്ഞ ടവലുകളോ ഡ്രസ്സുകളോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ ചീത്ത സ്മെല്ലൊന്നും ബാത്റൂമിൽ ഇല്ലയെന്നും ഉറപ്പ് വരുത്തുക. അപ്പോൾ ഒരു എയർ ഫ്രഷ്നറൊക്കെ ബാത്റൂമിൽ വെക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഗസ്റ്റൊക്കെ കയ്യോ മുഖമൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തുടയ്ക്കാനായിട്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു ഉണങ്ങിയ ടവൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ ബാറിൽ ടവലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ടുള്ള ടവൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ടവലും ഉപയോഗിക്കാതെ അലക്കിയിട്ടിരിക്കുന്ന ഒരു ടവൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രഷ് ആയിട്ടുള്ള ടവലുകൾ നമ്മൾ അവിടെ കരുതി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗസ്റ്റിന് നമ്മുടെ അത്യാവശ്യം വേണ്ട മേക്കപ്പ് സാധനങ്ങൾ, ചീപ്പ് അല്ലെങ്കിൽ പൗഡർ, അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് തുറന്നു കൊടുക്കുക. അവർക്ക് ചോദിക്കാൻ ഇടവരുത്താത്ത രീതിയിൽ അവർ കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മളത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷമായിരിക്കും. ഇല്ലെങ്കിൽ അവരോട് പറയാതെ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് അവരോട് പറയുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ ടേബിളുകൾ, വീട്ടിൽ എത്രത്തോളം ടേബിളുകളുണ്ടോ അത്രയും ടേബിളുകൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെക്കുക. ഒന്നും അതിൻ്റെ മുകളിൽ വലിച്ചു വാരിയിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഡൈനിങ് ടേബിൾ, അതിൻ്റെ മുകളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ എന്തെങ്കിലും സ്റ്റഡി ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വലിച്ചു വാരിയല്ല കിടക്കുന്നത്, എല്ലാം അത് അതിൻ്റെ സ്ഥാനത്താണ് ഇരിക്കുന്നതെന്ന് ഉറപ്പാക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ആ വീട്ടിൽ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവണം, ഒരു നല്ലൊരു ഫ്രഷ് സ്മെല്ലുണ്ടാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ വീട്ടിൽ തങ്ങി നിൽക്കുകയാണെങ്കിൽ ആകെ മോശമായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു ഫ്രഷ് സ്മെല്ലുണ്ടാവാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡിഫ്യൂസറോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീട്ടിൽ നല്ല സുഗന്ധം കിട്ടുന്നതിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട് മൊത്തത്തിൽ. അടുത്തതായിട്ട് നമ്മുടെ ഫ്രിഡ്ജൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക. ഫ്രിഡ്ജൊന്നും ഒരിക്കലും വലിച്ചു വാരിയിടാതെ ഓർഗനൈസ്ഡ് ആക്കിയിട്ട് അതുപോലെ തന്നെ അതിൽ അഴുക്കുകളൊന്നും പിടിച്ചിരിക്കുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മുടെ ഗസ്റ്റൊക്കെ ആ ഫ്രിഡ്ജൊക്കെ തുറക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലാകെ അഴുക്കും അതുപോലെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിരിക്കുകയും അതുപോലെ പൊട്ട സ്മെല്ലൊക്കെ ആണെങ്കിൽ ഒരു മനംമടുപ്പ് അവർക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കുക. എപ്പോഴും നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫ്രിഡ്ജ് ഒരുക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ പൊട്ട സ്മെല്ലൊന്നും വരാത്ത രീതിയിൽ ബേക്കിംഗ് സോഡയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ വെക്കാനും ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, ഒരു രാത്രിയെങ്കിലും തങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ റൂം ഒരുക്കുമ്പോൾ അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ആ റൂമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബെഡ്ഷീറ്റൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വിരിക്കുക. പുതിയ ബെഡ്ഷീറ്റ് തന്നെ വിരിക്കണം. തലേ ദിവസം നമ്മൾ ആ ഷീറ്റ് മാറ്റിയതാണെങ്കിൽ പോലും ഗസ്റ്റ് വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി വേറെ വിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ അവർക്ക് അത്യാവശ്യം വേണ്ട വെള്ളം അതുപോലുള്ള കാര്യങ്ങൾ വെക്കുക. പിന്നെ ബാത്റൂമിലൊക്കെ ആണെങ്കിലും കുളിക്കാനുള്ള സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ടുള്ളത് വെക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.